നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. ഇതേ ചിത്രാഞ്ജലി സ്റ്റുഡിയോ കണ്ട ഒരു സാധനം ഞാൻ കാണിച്ചു തരുന്നു. എൻ്റെ സിനിമയുടെ ഷൂട്ട് അല്ലെങ്കിൽ എഡിറ്റിങ് ഞാൻ തന്നെ ചെയ്യും. ഒരു രംഗം കാണിച്ചു തരാം. ഇത് ഡയറക്ടർ, ഇത് എഡിറ്റ്. ഇനി ഇങ്ങോട്ട് നോക്കി, സ്ക്രീനിലേക്ക് നോക്കി. ആ ഇതിപ്പോ നമ്മള് ചിത്രാഞ്ജലിയിലാണോ നമ്മൾ പോകുന്നത്? അപ്പൊ ഇവിടെ പാക്കേജ് ഉണ്ടെന്ന് പറഞ്ഞില്ല, എന്താ സംഭവം? ഇതിപ്പോ നമ്മള് 2 ലക്ഷം രൂപ അടയ്ക്കുവാണെങ്കിൽ നമുക്ക് 7 ലക്ഷം രൂപ വർക്ക് ചെയ്യാം. 5 ലക്ഷം രൂപ സബ്സിഡി ഉണ്ട്, സർക്കാരിൽ നിന്ന് സബ്സിഡി. അത് തന്നെ. അതായത് ഇപ്പൊ 50 ലക്ഷം രൂപയുടെ സിനിമയാണെങ്കിൽ അതിൽ എത്രയാണോ അതിന്റെ ഇത്ര %. അങ്ങനെയല്ല, ഏത് വലിയ 50 ലക്ഷം രൂപയുടെ സിനിമയാണെങ്കിലും അത് 50 കോടിയുടെ സിനിമയാണെങ്കിലും 2 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ സബ്സിഡി ഉണ്ട്. 7 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വർക്ക് ചെയ്യാം. 5 ലക്ഷം രൂപ സബ്സിഡി ഉണ്ട്. അപ്പൊ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ക്യാമറ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് യൂണിറ്റ് ഉണ്ട്, മെയിൻ ആയിട്ട് യൂണിറ്റ് ലൈറ്റ് നമുക്ക് മറ്റേ ട്രാക്ക് എല്ലാം ഉണ്ട്. അത് എഡിറ്റിങ്, സൗണ്ടിന്റെ എല്ലാ സംഭവം ഉണ്ട്. ഫുൾ യൂണിറ്റ് വരും. എന്നാലും അവർക്ക് നമ്മള് പെട്രോൾ എക്സ്പെൻസ് അവരുടെ ബാറ്റ മാത്രം കൊടുത്താൽ ബാക്കി എല്ലാം ഈ പാക്കേജ് അത് തന്നെ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റിങ്, ഡബിങ്, DA, എഫക്ട്സ്, ഫൈനൽ മിക്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് യൂസ് നടന്നു പോകും. എല്ലാം നടന്നു പോകും. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ഇരിക്കുന്നത്. അതെ അതെ, ഇതിനകത്താണ് എഡിറ്റിംഗ് എല്ലാം നടക്കുന്നത്. പണിക്കാർക്കൊന്നും പണിക്കാശ് കൊടുക്കണ്ട. ആ പണിക്കാരന് ഇപ്പൊ ചിത്രാഞ്ജലിയുടെ എഡിറ്റർ ആണെങ്കിൽ ഇതിനകത്ത് അങ്ങ് കയറി പോകും. മറ്റേ അല്ലാതെ എഡിറ്റർ ഇതിപ്പോ നമ്മുടെ സ്വന്തം എഡിറ്റർ, നമ്മുടെ പണിക്കാരൻ. അങ്ങനെയാണ് കാര്യങ്ങൾ. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എഡിറ്റർ വന്നിരുന്ന് എഡിറ്റ് ചെയ്യും. അപ്പോൾ നമ്മളൊന്നും അറിയണ്ട, നമ്മൾ വന്നിരുന്ന് നോക്കിയാൽ മതി. എന്റെ എഡിറ്റിംഗ് സെറ്റാണെന്ന് അതേപോലെ നോക്കിയത് സെറ്റാണ്. ഇത്ര ഉള്ളു പണി. അപ്പൊ ഇപ്പൊ എമ്പുരാനൊക്കെ ഭയങ്കര വിവാദമുണ്ടല്ലോ. ഇപ്പൊ ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരൊക്കെ ഭയങ്കര വിവാദമുണ്ട്. സിനിമയുടെ വില കുറയ്ക്കണം, അല്ല ഈ ആഡംബര നികുതികൾ കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ വിവാദം. അപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം കർണാടകത്തിൽ 200 രൂപയ്ക്കാണ് ഇപ്പൊ സിനിമ ഇറക്കുന്നത്. അങ്ങനെ വരണ്ടേ ശരിക്കും? ഇപ്പൊ ഞാനൊരു ഇപ്പൊ സിനിമയ്ക്ക് ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്റെ അനിയന്റെ വൈഫ്, എന്റെ വൈഫ്, അനിയന്റെ 2 പിള്ളേര്, എന്റെ 2 പിള്ളേര്, എന്റെ അപ്പൻ. അപ്പൊ എത്ര പേര്? 7 പേര് അല്ലല്ലോ. 4 4 8 9 പേര്. 9 പേരെയും കൊണ്ട് സിനിമയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരു 10,000 രൂപ ലോൺ എടുക്കേണ്ടി ഒരു സിനിമ കാണാൻ പോകാൻ. അതായത് നേരത്തെയൊക്കെ ഒരു 5 6 അല്ലെങ്കിൽ ഒരു 10 20 പടങ്ങളൊക്കെയാണ് ഒരു വർഷത്തിൽ റിലീസ് വരുന്നത്. ഇന്നതല്ലല്ലോ, ഇന്ന് 700 പടങ്ങളാണ് ഒരു വർഷം റിലീസ് വരുന്നത്. അപ്പൊ ഇത്രയും പടങ്ങൾ കാണാൻ പോകുന്നത് ഇത്രയും വലിയൊരു ഫ്യൂജ് എമൗണ്ടിനാണ്. അപ്പൊ മുതലാവോ? കാരണം അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ മൾട്ടിപ്ലക്സിലാണെങ്കിലും മൾട്ടിപ്ലക്സ് ഐമാക്സിൽ ഞാൻ ഒരു പ്രാവശ്യം ഒരു സിനിമ കാണാൻ പോയി. അതിന് വന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 700 1000 രൂപയ്ക്ക് അടുത്ത ഒരു ടിക്കറ്റിന്റെ പ്രൈസ്. ഞാനും അവനും കൂടി പോയി ഇരുന്ന് കഴിഞ്ഞപ്പോ ഉണ്ടായ ചെലവെന്ന് പറഞ്ഞാൽ 2000 രൂപയ്ക്ക് അടുത്തന്നെ കയ്യിൽ പൊട്ടി. അപ്പൊ കുടുംബവുമായിട്ട് വന്നൊരു സിനിമ കാണണമെങ്കിൽ 10,000 രൂപ മിനിമം വേണം. മൾട്ടിപ്ലക്സിൽ കാണണമെങ്കിൽ
വേറെ എവിടെ ലോക്കൽ തിയേറ്റർ ഉള്ളത് എല്ലാം മൾട്ടിപ്ലക്സിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആര് സിനിമ കാണാൻ പോകും? അതൊരു പ്രത്യേക സത്യമാണ്. അപ്പൊ എല്ലാവരും ടെലഗ്രാമും മറ്റു സാധനങ്ങളിൽ എല്ലാത്തിലേക്കുമായിട്ട് പോകുന്നത്. ഇപ്പൊ നിങ്ങൾ തന്നെ കഴിഞ്ഞ തവണ ഞാൻ ഇന്റർവ്യൂ എടുത്തപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞ എന്നോട് ഞാൻ എന്റെ സിനിമ എന്നോട് തന്നെ ലിങ്ക് ചോദിച്ച ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയല്ലേ അവസ്ഥ. എല്ലാവർക്കും സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ തിയേറ്ററുകളിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കർണാടകത്തിൽ 200 രൂപയാക്കി. ഏത് തിയേറ്ററിലാണ് 200? മൾട്ടിപ്ലക്സിൽ 200 രൂപ, എല്ലായിടത്തും 200 രൂപ എന്ന് പറഞ്ഞ പോലെ ഇവിടെ റേറ്റ് കുറയ്ക്കുന്നില്ലല്ലോ. ഇപ്പൊ 10,000 രൂപ ലോൺ എടുത്തു കൂടുന്നതല്ലാതെ കുറയുന്നില്ല. സിനിമ കാണാൻ പോകാൻ പറ്റും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരെണ്ണം പറയാത്തതുകൊണ്ട് അവര് സർക്കാർ എല്ലാത്തിനും സബ്സിഡി കൊടുക്കും. റീസൺ ഇതിലുള്ളവരൊക്കെ തന്നെയാണ് ഈ തിയേറ്ററുകളും സിനിമ ഒരു ഏത് പ്രൊഡ്യൂസർ എടുത്തു നോക്കിയാലും അവർക്കൊരു തിയേറ്റർ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് മെയിൻ അത്യാവശ്യം സാമ്പത്തികം ഉള്ളവർക്കെല്ലാം തിയേറ്റർ നമ്മുടെ ചാലക്കുടിയിൽ ഇരിക്കുന്നു. അങ്ങനെ പലർക്കും തിയേറ്ററുകൾ. ലിസ്റ്റൻ സ്റ്റീഫൻ ആണെങ്കിൽ എത്ര തിയേറ്റർ ഉണ്ട്. അങ്ങനെ ഒരു ഒട്ടുമിക്ക പ്രൊഡ്യൂസർ എടുത്തു നോക്കിയാലും ലാലേട്ടന്റെ എത്ര തിയേറ്റർ ഉണ്ട്. എല്ലാവർക്കും തന്നെ തിയേറ്റർ ഉണ്ട്. അപ്പൊ ജനങ്ങള് സത്യം പറഞ്ഞ ചൂഷണം ചെയ്യപ്പെടുക അല്ലാണ്ട് സർക്കാർ ജനങ്ങൾക്കൊന്നും ചെയ്തു തരുന്നില്ല. ഞാൻ കർണാടകത്തിൽ ഇത് കണ്ടപ്പോ ഞാൻ ചോദിച്ചു. ഓക്കെ, എന്നാലും വർക്കാറൊക്കെ എന്റെ സൗണ്ടിന്റെ കുറവുണ്ടെങ്കിൽ പറയണോ? ഓക്കെ, ശരി.